ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ട്രിക്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പരീക്ഷാ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസം ഒരു കിടിലൻ പരീക്ഷ നടത്തുന്നുണ്ട് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. നിങ്ങളിൽ പലരും കാത്തിരുന്ന ഒരു പരീക്ഷ കൂടി ആയിരിക്കാം അത്. പ്യൂൺ തസ്തികയിലേക്കാണ് ഈ പരീക്ഷ. ഏപ്രിൽ 5-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെയാണ് പരീക്ഷ നടത്തുന്ന സമയം. ഒന്നും കൂടെ ഓർത്ത് വയ്ക്കുക, ഏപ്രിൽ 5-ാം തീയതിയാണ് പ്യൂൺ തസ്തികയിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷയിൽ വരുന്ന കാറ്റഗറി 1/2019 1/2019 എന്ന കാറ്റഗറിയിലാണ് ഈ പരീക്ഷ ഉള്ളത്. ഇതൊരു നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കി ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ഒരു പരീക്ഷ, OMR പരീക്ഷയായിരിക്കും ഇത്. ഇതിലെ പ്രധാന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ 6 ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിൽ പാർട്ട് 1-ൽ പൊതുവിജ്ഞാനവും ആനുകാലികവുമുണ്ട്. പാർട്ട് 2-ൽ ഗണിതവും മാനസിക ശേഷിയും യുക്തിചിന്തയും. പാർട്ട് 3-ൽ ജനറൽ ഇംഗ്ലീഷാണ്. തീർച്ചയായിട്ടും ജനറൽ ഇംഗ്ലീഷിൻ്റെ കുറേ പേര് ഇതൊരു ഡൗട്ടായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ ഇംഗ്ലീഷ് എന്നുള്ള പാർട്ട് പ്യൂൺ തസ്തികയ്ക്ക് ഉണ്ട്. 10 മാർക്കിനാണ് ഇംഗ്ലീഷിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പാർട്ട് 4-ൽ പ്രാദേശിക ഭാഷ, മലയാളം, തമിഴ്, കന്നഡ, നിങ്ങൾ ഏത് ഭാഷയാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു 10 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടായിരിക്കും. അത് പാർട്ട് 4-ലാണ്. പാർട്ട് 5-ൽ അടിസ്ഥാന ശാസ്ത്രം, അതായത് സയൻസ്, ഊർജ്ജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും, ഈ 3 ഭാഗത്തിൽ നിന്നും ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾ ചേർത്താണ് പാർട്ട് 5-ലുള്ളത്. അടിസ്ഥാന ശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. പാർട്ട് 6 ക്ഷേത്രകാര്യങ്ങൾ. ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ക്ഷേത്രകാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. അതെന്തായാലും ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ട് പരീക്ഷയ്ക്ക്. ക്ഷേത്രകാര്യങ്ങളിൽ അതിൻ്റെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ പ്രധാന ഉത്സവങ്ങളും ഒക്കെയാണ് ചോദിക്കുന്നത്. വിവിധ ദേവസ്വം ബോർഡുകൾ സ്ഥാപിതമായതും അങ്ങനെ ആ ദേവസ്വം ബോർഡുകളുടെ കൂടുതൽ ഡീറ്റെയിൽസും ആ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. 15 മാർക്കിനാണ് പാർട്ട് 6 ക്ഷേത്രകാര്യങ്ങളെക്കുറിച്ച് 15 മാർക്കിനാണ് പരീക്ഷയിൽ ഉണ്ടായിരിക്കുക. പരമാവധി 100 മാർക്കിൻ്റെ പരീക്ഷയാണിത്. 1 മണിക്കൂറും 15 മിനിറ്റും എടുത്തുകൊണ്ട് നമ്മുടെ സാധാരണ PSC പരീക്ഷയ്ക്കുള്ള അതേ സമയം തന്നെയാണ് 1 മണിക്കൂറും 15 മിനിറ്റും കൊണ്ട് 100 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളുള്ള ഒരു പരീക്ഷയാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഏകദേശം PSCയിൽ വരുന്ന ചോദ്യങ്ങളുമായിട്ട് വളരെ സാമ്യമുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ സ്ട്രോങ് റൂം ഗാർഡിൻ്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണ്. അതിലും കുറേയൊക്കെ നമ്മൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രകാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാത്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ക്ഷേത്രകാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ടതുള്ളൂ. ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.kdrb.kerala.government.in എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മൾ PSC അപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്ത് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയ പോലെ തന്നെ ഈ വെബ്സൈറ്റിൽ കേരള ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ഒറ്റത്തവണ പ്രൊഫൈൽ ഉണ്ടാക്കി നിങ്ങളുടെ പ്രൊഫൈലിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് 20/3/2020 അതായത് മാർച്ച് 20-ാം തീയതി മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്യൂൺ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ബോർഡ് വളരെ വിപുലമായിട്ടുള്ള ഒരു സിലബസ് തന്നെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സിലബസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നിങ്ങൾക്കായിട്ട് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ പോയി അപേക്ഷിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു ദിവസത്തെ ക്ലാസ്സിലൂടെ കാണാം.